ഹലോ ഹായ്. അപ്പോൾ ഞാനിന്ന് ബീഫ് കൊണ്ട് ചാപ്സ് വെക്കണമെന്ന് കാണിച്ചു തരാം. ഇത് 1/2 കിലോ ബീഫാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഒരു അരമുറി തേങ്ങ, 1 സ്പൂൺ പെരിഞ്ജീരകം, 2 സവാള. ഇതൊരു സവാളയാണ് കേട്ടോ, അത് രണ്ടാക്കി എടുത്തതാണ്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഒരു തക്കാളി, മല്ലിച്ചീര, പുതിന. ഒന്ന് അപ്പോൾ തേങ്ങ വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും സവാള ഇട്ട് കൊടുക്കാം. അധികം ഒന്ന് വാടണ്ട കേട്ടോ, കുറച്ചൊന്ന് വാടണം. ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. കൂടുതലിട്ട് വഴറ്റരുത്. കൂടുതലിട്ട് വഴറ്റി വെക്കണമെങ്കിലും ടേസ്റ്റാണ് ഇങ്ങനെ. ജസ്റ്റ് ഒന്ന് വാടണം. ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്ന് വാടണ്ട കേട്ടോ മസാല. ജസ്റ്റ് ഒന്ന് വാടാനുള്ളത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കറിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഒന്ന് ഒരു താളിക്കലുണ്ട്. ഇതിലേക്ക് തക്കാളി മല്ലിച്ചീര, പുതിന. അത് ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഇത്രയും വാടിയതിന് ശേഷം അപ്പം ഞാൻ മോളുള്ളത് കൊണ്ടിട്ട് മോളെ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പിട്, ഒരു 1.5 സ്പൂൺ ഉപ്പിടും. ഇച്ചിരി കൂടി ഇട്ടാൽ 1 സ്പൂണായിട്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ കുക്കർ അടച്ച് സ്റ്റൗ കത്തിച്ചൊരു 5-6 വിസലിന് നമുക്ക് എടുക്കാം. ഇറച്ചി അവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരപ്പാക്കി എടുക്കാം. തേങ്ങ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ച് കൊണ്ടിട്ട് ഞാൻ ഇറച്ചിക്കറിയും പുട്ടുവാണിന്ന്. അപ്പോൾ പുട്ടിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പുട്ട് ഉണ്ടാക്കണം, സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ ഇത്. അതുണ്ടാക്കണ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇറച്ചിക്കറി ഞാനൊന്ന് തുറന്നു, കാരണം പിള്ളേർക്ക് ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാൻ വേണ്ടി ഒന്ന് തുറന്നു. ഇറച്ചി അവിടെ കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തുറന്നു. അപ്പോൾ നമ്മൾ കുക്കർ തുറക്കണത് ഇവിടെ വെന്തിട്ടുണ്ട് നല്ലല്ലേ. ഉരുളക്കിഴങ്ങ് ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പിള്ളേർക്ക് ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഇട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിങ്ങൾ ഇടണ്ട. അരപ്പ് കലക്കിയത് ഞാൻ എടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടാം. നമുക്കൊന്ന് ഇളക്കിക്കൂട്ടി ഒന്ന് ചെറിയ രീതിയിലിട്ടൊന്നൊരു അധികം തിളക്കണ്ട. അപ്പോൾ ഞാൻ അരപ്പൊക്കെ കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തിള വരട്ടെ. തിളച്ച് മറിയണ്ട, ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇതിലെന്തോരം കളർ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല കളറുമാണ്. ഇനി ഇതിലൊരു വറവുണ്ട്, അതും കൂടെ ഇടാം. അപ്പോൾ അതേ ചെറിയ തിള വന്ന് ഞാൻ ഇറക്കാൻ പോകുന്നത്. ഇത്രയും മതി കേട്ടോ. ഇനിയാണ് ഇതിൽ വറുത്തിടാനുള്ള സാധനങ്ങൾ. ആ ചട്ടി കണ്ട് വെച്ച് നമ്മൾ വെളുത്തുള്ളി, മല്ലിച്ചീര, പുതിന, വേപ്പില, പിന്നെ പെരിഞ്ജീരകം. ഇത്രയും സാധനം. വറ്റൽമുളക് ഇല്ല, അല്ലെങ്കിൽ വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഞാൻ കാണിച്ചത്. ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കണമെങ്കിൽ. അതേ ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ. ഇതുവരെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല. ഇങ്ങനെയാണ് കുറച്ച് മുളക് പൊടി, അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ മുരിഞ്ഞ് വരുന്നു. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചീരയും കറിവേപ്പിലയും മല്ലിച്ചീരയും പുതിനയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇടുന്ന മുരിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. വറ്റൽമുളകില്ല, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇതൊന്ന് വാടി വരട്ടെ. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുക്കണം. കുറച്ചൊരു പേരിനിട്ടാൽ മതി കേട്ടോ, അതിലൊന്നും ഇടല്ല. മോളെ ഇതൊന്ന് ഇതിനകത്തേക്ക് കൊട്ടിയോ മോള്. പിന്നെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് തുറന്നേ മോളെ. മോളുള്ള കാരണം മോളൊക്കെ അറിയണ്ട. പിന്നെ പുട്ടിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ബൈ.